ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, പോസിറ്റീവായിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടെമ്പറൻസ് ആണ്. അത് ജമ്പിങ് കാർഡാണ്. ടെമ്പറൻസ് മീൻസ് ഒരു കോംപ്രമൈസിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ബാലൻസ് ഇല്ലായ്മയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വിഷമഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകുന്നു എന്നാണ്. കോംപ്രമൈസിൻ്റെ കാർഡാണ് ടെമ്പറൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കാം, ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിരിക്കാം, ചില ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ അൺസ്റ്റേബിൾ ആയിരിക്കാം. ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അവിടെ കോംപ്രമൈസ് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ വഴക്കുണ്ടായി മാറി നിൽക്കുന്ന ആളുകൾക്കിടയിലൊക്കെ കോംപ്രമൈസ് ഉണ്ടാകുന്നതാകാം. പൈസയ്ക്ക് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം വന്ന് കിട്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ബാലൻസിലേക്ക് വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി വഴക്കില്ല എങ്കിൽ ചിലപ്പോൾ ഇന്ന് വെറുതെ ഒരു വഴക്കുണ്ടാക്കിയിട്ട് അത് കോംപ്രമൈസ് ആകാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ നാരോ എസ്കേപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിൽ എസ്കേപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ദൈവമേ നന്ദി എന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾ എന്നെ ദൈവം കാത്തു എന്ന് പറയത്തില്ലേ. ആ ഒരു എനർജിയാണ് ഈ ടെമ്പറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബാലൻസ് ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ബാലൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇത് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കെന്ന് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. ഓക്കെ, ആവശ്യമില്ലാത്തടത്ത് വർത്തമാനം പറയാൻ പോകേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നല്ല സ്നേഹബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കേണ്ട. അതാണ് ഈ ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. അതുപോലെ പണം ചിലവാക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് ചിലവാക്കുക. പൈസ ഇന്ന് ഒരാവശ്യത്തേക്കുള്ളതല്ല, ഇത് ഒരു ലൈഫ് ടൈം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ പണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മളുണ്ടാക്കുന്ന ഒരു ബാഡ് കർമ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ തലമുറകളെ തന്നെ ബാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. ബാഡ് കർമ്മ ഉണ്ടാക്കി വെക്കരുത് പണം. അപ്പോൾ അതാണ് ഫസ്റ്റ് കാർഡ് ടെമ്പറൻസ്. സെക്കൻഡ് കാർഡ് 4 ഓഫ് സോഡ്സ് ആണ്. ഇതൊരു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ എനർജിയാണ്. അതായത് ഈ 4 ഓഫ് വാണ്ടിന് തൊട്ടുമുള്ളത് 4 ഓഫ് സോഡിന് തൊട്ടുമുള്ളത് 3 ഓഫ് സോഡാണ്. നിങ്ങൾക്കറിയാം ഹാർട്ട് ബ്രോക്കൺ ആണ്. ഹൃദയത്തിൽ 3 വാളുകളെ തറച്ചിരിക്കുന്ന എനർജിയാണ് ഈ 3 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് 3 ഓഫ് സോഡ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നതാണ് 3 ഓഫ് സോഡ്. അപ്പോൾ 4 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തിൽ മുറിവേറ്റിട്ടുള്ള മനുഷ്യർ, ശരീരത്തിലല്ല ഹൃദയത്തിൽ മുറിവേറ്റിട്ടുള്ള മനുഷ്യർ അതിൽ നിന്ന് റിക്കവേർഡ് ആകാൻ കുറച്ച് സമയമെടുക്കും. അവർ അതിൽ നിന്ന് റെഡിയായി നമ്മുടെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് ആളുകളുമായിട്ടൊക്കെ ഒന്ന് മിണ്ടിത്തുടങ്ങി ആ ഒരു മാനസിക സംഘർഷത്തിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. ആ സമയമാണ് ഈ 4 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ആളുകളുടെ എനർജി ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് കോംപ്രമൈസിൻ്റെ ദിവസമാണ്. നിങ്ങൾക്ക് ഇന്ന് ബാലൻസിലേക്ക് വരാൻ പറ്റും. ചിലപ്പോൾ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന ആളുകൾക്ക് പതുക്കെ എണീറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ നിൽക്കുവാണ്, എന്താണ് ചെയ്യേണ്ടത്, ലൈഫിൽ ഇനി എന്ത് തീരുമാനമാണ് നെക്സ്റ്റ് എടുക്കേണ്ടതെന്ന് അറിയാതെ കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഒരു ബാലൻസ് വരുന്നു എന്നാണ്. നിങ്ങൾക്കും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. അതാണ് 4 ഓഫ് സോഡ് പറയുന്നത്. പിന്നെ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് അവശതകളൊക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. ഈ ബാക്ക് പെയിൻ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ വയറിന് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, ക്ഷീണമായിരിക്കാം, തലകറക്കമായിരിക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ പകലും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടയേർഡായിരിക്കും. നിങ്ങൾ ഉറങ്ങണം എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ചിലപ്പോൾ നിങ്ങളുടെ ബാലൻസ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഐ ഹാവ് ടു ടേക്ക് റെസ്റ്റ്
ഞാൻ റെസ്റ്റ് എടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളതിന് റെസ്റ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര മടിയായിരിക്കും. എവിടെയെങ്കിലും മഴയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പല കാരണങ്ങളാണ്, പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര മടി തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ 4 ഓഫ് സ്വോർഡ് കിടക്കുന്ന എനർജിയാണ്, കിടക്കുക എന്ന എനർജിയാണ്, അത് ലോവർ എനർജിയാണ്. അപ്പോൾ സൂക്ഷിക്കണം. ആയുധങ്ങൾ കൊണ്ട് മുറിവുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവർ മെഡിറ്റേറ്റ് ചെയ്യണം. ഇതൊരു മെഡിറ്റേഷൻ്റെ കാർഡാണ് കേട്ടോ. ഈ 4 ഓഫ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ കിടന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ കിടക്കുവാണ്, എഴുന്നേക്കാൻ വയ്യാത്ത സാഹചര്യത്തിലാണെങ്കിൽ കിടന്നുകൊണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് ഈ 4 ഓഫ് സ്വോർഡിൻ്റെ എനർജി പറയുന്നത്. പിന്നെ മരണം കേൾക്കാൻ സാധ്യത ഉണ്ടെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഈ കാർഡ് വരുമ്പോൾ ചിലപ്പോൾ അതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കല്ല ആ എനർജിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഇതൊന്നും എനിക്കുള്ളതല്ല, നെഗറ്റീവായിട്ട് വരുന്ന കാർഡ്സ് ഒന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു കാർഡ് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. 2 ഓഫ് കപ്സ്, നമ്മൾ എന്ത് എനർജി അങ്ങോട്ട് കൊടുക്കുന്നോ അതേ അളവിൽ നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നു എന്നുള്ളതാണ് 2 ഓഫ് കപ്സ്. അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇവിടെയും പറയുന്നത് നിങ്ങൾ 2 ഹൃദയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം പങ്കിടുന്നതിനെക്കുറിച്ചും പ്രണയം പങ്കിടുന്നതിനെക്കുറിച്ചും ഒക്കെയാണ്. അവിടെ ഏഞ്ചൽസിന് സപ്പോർട്ട് ഉണ്ടെന്നാണ് ഈ പറഞ്ഞ 2 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു സോൾമേറ്റ് കാർഡാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു ദിവസമാണ്, നിങ്ങൾക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇവിടെയും പറയുന്ന ഒരു ബാലൻസിനെ കുറിച്ചാണ്. അപ്പോൾ 2 ആളുകൾക്കിടയിൽ, ഏതോ 2 ആളുകൾക്കിടയിൽ എന്തോ ഒരു ബാലൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു കമ്പാറ്റബിലിറ്റി കുറവായതോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും. ഇനി ഇത് റൺ ചെയ്യത്തില്ല എന്നോ, അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല, മുന്നോട്ട് പോകണ്ട എന്ന രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും കൂട്ടിമുട്ടിക്കുന്ന ഒരു എനർജിയാണ് ഈ 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇത് സോൾമേറ്റ് യൂണിയനാണ്. അത് സോൾമേറ്റ് ആണ്, നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഒന്ന് വിട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അതാണ് 2 ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു റീയൂണിയൻ ഉണ്ട്. ദെൻ കിങ് ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹമാണ്, പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് അത് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ്. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾ ആ സ്നേഹത്തിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങളുടെ ധാർമ്മികതയിലും നിങ്ങളുടെ കർത്തവ്യത്തിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നതാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കോംപ്രമൈസിലേക്കൊക്കെ വരും, എങ്കിൽ പോലും സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന സമയമെല്ലാം അത് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ ഏസ് ഓഫ് വാൺസ് ആണ്. ഒരു പുതിയ തുടക്കം എന്ന് കാണുന്നുണ്ട്. പുതിയ ജോലി ആയിരിക്കും, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ഉദ്യമം നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പുതിയ ഗ്രോത്താണ്. ലൈഫിൽ നിങ്ങൾക്കൊരു പുതിയ ഗ്രോത്ത്, നിങ്ങളുടെ ഉണങ്ങിയ ചില്ലകളിൽ പുതിയ തളിരുകൾ നാമ്പിടുക എന്ന് പറയത്തില്ലേ, അതാണ് ഏസ് ഓഫ് വാൺസ്. ഇത് കണ്ടാൽ അറിയാം, ഈ വാണ്ടികളുടെ കയ്യിലിരിക്കുന്ന വാണ്ടിന് വേരുകളില്ല, പക്ഷേ അതിനകത്ത് ഗ്രോത്ത് ഉണ്ട്, തളിരിലകളുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ നശിച്ചുപോയ സ്വപ്നങ്ങൾക്ക് വീണ്ടും തളിര് വരിക എന്നുള്ളതാണ്. വീണ്ടും അതിനൊക്കെ ഒരു ഊർജം വരിക, അല്ലെങ്കിൽ അതിന് വീണ്ടും ഒരു ജീവൻ വരിക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കാം. അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടെന്നാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ഒരു പുതിയ തുടക്കം, എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അതാണ് ഏസ് ഓഫ് വാൺസ്. മോസ്റ്റ്ലി പുതിയ ജോബായിരിക്കും കേട്ടോ. നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫിനാൻഷ്യൽ ലോസ് ആണ്. അപ്പോൾ പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ്, നഷ്ടബോധത്തിലിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ്, മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലോസ്, പണമായിട്ട് ചിലപ്പോൾ നഷ്ടപ്പെടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ രൂപത്തിലല്ലാതെ പണത്തിൻ്റെ രൂപത്തിലല്ലാതെ നഷ്ടപ്പെടുന്നതായിരിക്കാം. വിലപിടിപ്പുള്ള സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കാം. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വരിക, ഈ ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ ലോസിൻ്റെ ദിവസമാണ്. പണം വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പണം വെറുതെ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ചിലവാക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം ചിലവാക്കുക. പണം നമ്മുടെ വിനിമയത്തിനും ആവശ്യത്തിനുമാണ് പണം, പക്ഷേ ആ പണം നമ്മളതിനോട് ചെയ്യുന്ന കർമ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്തത് കൊണ്ട് പണം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ബാഡ് കർമ്മ എടുത്ത് വെക്കാൻ ശ്രമിക്കരുത്. അതാണ്
പിന്നെ ഈ 5 ഓഫ് പെൻറ്റക്കിൾ തീർച്ചയായിട്ടും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാലിനോ ഷോൾഡറിനോ നെക്ക് കഴുത്ത് പുറം ഇങ്ങനെയൊക്കെ പെയിൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മുറിവുണ്ടായിട്ട് നടക്കാൻ പറ്റാതിരിക്കുക, പെയിൻ അനുഭവിക്കുക, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോവുക എന്നൊരു എനർജി ഉണ്ട്. ഡിവോഴ്സ് ആവുക എന്നൊരു എനർജി ഉണ്ട്. ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന രണ്ടാളുകൾ രണ്ടിടത്ത് മാറി താമസിക്കുക എന്ന എനർജി ഉണ്ട്. താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുമോ, വാടക വീട് മാറി ഷിഫ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു എനർജിയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ഈ നഷ്ടബോധമാണ്. അത് നഷ്ടം എന്തിൻ്റെ പേരിലും ആകാം, പണത്തിൻ്റെ പേരിലാകാം, സ്നേഹത്തിൻ്റെ പേരിലാകാം, എന്തിൻ്റെ പേരിലോ കിട്ടിക്കൊണ്ടിരുന്ന കാര്യം കിട്ടുന്നില്ല എന്ന പരാതിയാണ് നഷ്ടബോധം. ഓക്കെ. മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കാം. ഇന്ന് അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. ഇന്നൊക്കെ ഒരു മിറാക്കിളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മിറാക്കിൾ എന്ന് വെച്ചാൽ അത്ഭുതം. ഒരു അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു സർപ്രൈസ് കിട്ടുന്നതായിരിക്കാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് നമുക്കൊരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് വീണ്ടും ക്രിയേറ്ററാണ്. ഈ ഏസ് ഓഫ് ഹാൻഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ക്രിയേറ്ററാണ്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം, അനുമോദനം കിട്ടുന്നുണ്ടായിരിക്കാം. നമ്മൾ ഇന്ന് എന്ത് ചെയ്താലും അതിൽ ഒന്നാമനാണ്. നമ്മുടെ കയ്യിൽ എല്ലാ റിസോഴ്സുകളും ഉണ്ട്, അത് വൈസായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പണത്തിന് പണമുണ്ട്, ഇമോഷൻസിന് ഇമോഷൻസ് ഉണ്ട്, ബുദ്ധിക്ക് ബുദ്ധിയുണ്ട്, അതുപോലെ പിന്നെന്താ ഫയർ നമുക്ക് ചെയ്യാനുള്ള അഭിനിവേശമുണ്ട്. അപ്പം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുക്കുക എന്നുള്ളതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ ഇന്ന് എന്തെങ്കിലും നിങ്ങൾ തീർത്ഥാടനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴിപാടുകളൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിഗ്രഹാരാധന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. വേർഷിപ്പിംഗ് ആണ്, ഐഡൽ വേർഷിപ്പിംഗ് ഒക്കെയാണ് കാണുന്നത്. മജീഷ്യൻ ചിലപ്പോൾ ശരിക്കും ഒരു സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം സംഭവിക്കുക, അത്ഭുതം നടക്കുക എന്നാണ് മജീഷ്യൻ. ദെൻ സ്ട്രെങ്ത് കാർഡാണ്. വയറിന് ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം, ഉണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്ക് ചിലപ്പോൾ പെയിൻ ഉണ്ടാവുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ചില എനർജീസ് ശക്തീകരിക്കപ്പെടേണ്ടതുകൊണ്ടാണ്, നമ്മുടെ ചില സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവം ഹാബിറ്റായിരിക്കാം, ബിഹേവിയറോ ഹാബിറ്റോ ആയിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ ചില സ്വഭാവ സവിശേഷതകൾ നമ്മുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരുത്തേണ്ടത് കൊണ്ട് നമ്മൾ ചില പരിവർത്തനങ്ങൾ സംഭവിക്കുന്നതാണ് സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ പെയിൻ അനുഭവിക്കേണ്ടി വരിക, അപ്പോൾ നമ്മൾ പെയിൻ അനുഭവിക്കാൻ പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു വേദന വരുമ്പോൾ തന്നെ അയ്യോ അമ്മയെന്ന് പറഞ്ഞ കരയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് കാർഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വയറൊക്കെ നല്ല പെയിനോ അങ്ങനെ വയറിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വേദനയെ ടോളറേറ്റ് ചെയ്യാൻ പഠിക്കും, വേദനയെ ഓവർകം ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, നാണം കെടുത്തുക, ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോയി നിൽക്കേണ്ടി വരിക, അങ്ങനെ ആവാം. കൂട്ടുകൂടുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തുക, അങ്ങനെ ആവാം. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് ആവാനുള്ളൊരു സാഹചര്യം ഇന്ന ദിവസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വയറൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വയറ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് കുറച്ച് അലച്ചിലുള്ള ദിവസമായിരിക്കും. കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ഒരേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്യുക, അതിൽ നിന്ന് പണം ഏൺ ചെയ്യുക എന്നാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇതൊരു മാസ്റ്ററിയുടെ കാർഡാണ്. അതായത് ഒരേ കാര്യം ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ മാസ്റ്റർ ആവുക എന്നാണ്. അപ്രന്റീസ്ഷിപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് നിങ്ങൾ ചിലപ്പോൾ പുതിയ കാര്യം പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ നെക്സ്റ്റ് തലത്തിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സംതൃപ്തി തോന്നുക, ഞാൻ എന്തോ പഠിച്ചു, ഞാൻ എന്തോ ഒരു ലെസൺ ലേൺ ചെയ്തു എന്നൊക്കെ നിങ്ങൾക്കൊരു അനുഭവം കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം കിട്ടും. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഓവർ ടൈം ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ ശരി, കൂടുതൽ വർക്ക് ചെയ്താലും കൂടുതൽ പണം കിട്ടും, കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് സോഡ്സ് ആണ്. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ചതിയും വരുന്നുണ്ട്. ഈ 7 ഓഫ് സോഡ് മുമ്പ് നമ്മളെ ചതിച്ചിട്ട് പോയ ആൾക്കാരുടെ കാർഡാണ് കേട്ടോ. പാസ്റ്റിൽ നമ്മൾ ചതിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു എൻട്രിയാണ് ഈ കാണിക്കുന്നത്. 7 ഓഫ് സോഡ് പാസ്റ്റിലത്തെ ചതിയാണ്, ബിട്രയൽ ആൻഡ് ചീറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ചതി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളതിൽ അവരോട് സോഫ്റ്റ് കോർണർ കാണിക്കരുത്, അവരിലോട്ട് നിങ്ങളുടെ അട്രാക്ഷൻ പോകാൻ പാടില്ല.
അവിടെ വീണ്ടും ചതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അവിടെ മറ്റുള്ളവർ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുക, അച്ചുള്ള വിലയ്ക്ക് സാധനം തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുക, മോശം സാധനങ്ങൾ തന്ന് പറ്റിക്കുക, ഇന്ന് എന്തെങ്കിലും ഇടപാട് ചെയ്യുമ്പോൾ നമ്മളെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ പോലും നമ്മൾ റീചാർജ് ചെയ്യും, പൈസ പോകും, പക്ഷെ അതവിടെ ക്രെഡിറ്റ് ആവത്തില്ല, അപ്പോൾ ആ പൈസ പോകും. പിന്നെ നമ്മൾ വിചാരിക്കും വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യും, അപ്പോൾ അതെന്താണ്, വൺസ് നമ്മൾ ചെയ്തത് ലോസ്റ്റ് ആണ്, പിന്നെ ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ നമുക്ക് കുറേ ദിവസം എടുക്കും. അപ്പോൾ നമ്മൾ പണം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖത്തിലിരിക്കേണ്ടി വരും. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ ഇന്ന് പണം നഷ്ടപ്പെടാനോ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാനോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. എല്ലാ സാധനങ്ങളും വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഫോട്ടോ വന്നിരിക്കുന്ന ഫൂൾ കാർഡാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഒരാൾ യാത്ര പോകുന്ന കാർഡാണ് ഫൂൾ കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ കാര്യങ്ങളെ വളരെ നിസ്സംഗമായിട്ട് കാണാൻ പറ്റും, നിസ്സംഗതയോടുകൂടി കാണാൻ പറ്റും. അതായത് വലിയ അതിൻ്റെ കർമ്മയെക്കുറിച്ച് ചിന്തയില്ല, അടുത്ത് എടുക്കുന്ന ആക്ഷൻ ഭയങ്കര ഹെവി സ്റ്റെപ്പാണ് എടുക്കേണ്ടതെന്നുള്ള ചിന്തയില്ല. വെറുതെ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടക്കുന്ന ഒരാളാണ്, ഒന്നുമില്ലാതെ ഇങ്ങനെ ഡാങ്കി നടക്കത്തില്ലേ, ആ ഒരു എനർജിയാണ് ഫൂൾ കാർഡ് കേട്ടോ. ഇപ്പോൾ ഈ യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി നടക്കുന്ന ഒരു മണ്ടനായ വ്യക്തിയാണ്, ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നിങ്ങൾ കരുതേണ്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൊച്ചു യാത്രയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവിടെ കൂട്ടുകാരോടൊപ്പം കൂടിയുള്ള ഒരു നിഷ്കളങ്കമായ ഒരു യാത്രയായിരിക്കാം, കൊച്ചി യാത്ര തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നുണ്ടാവാം. പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോകുന്ന ഒരു എനർജിയാണിത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ യാത്രയിലേക്ക്, ജീവിതത്തിന് ഒരു പുതിയ പാഠം പഠിച്ചുകൊണ്ടുള്ള യാത്രയിലേക്ക് പോകുന്നു എന്നാണ് ഫുൾ കാർഡ് പറയുന്നത്. ഇതൊരു യാത്രയുടെ കാർഡാണ്, പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിട്ട് നിങ്ങളിന്ന് പുതിയ ഒരു യാത്ര, ഒരു പുതിയ സൈക്കിൾ നിങ്ങൾ ആരംഭിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്, തന്ന എല്ലാ കമൻറ്റിനും നന്ദിയുണ്ട്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.